അന്തേക്കനെ ചെയ്യും മുതിർക്കും. അപ്പം ഇതൊക്കെ നമ്മൾ മേലെയുള്ള പിറ്റ് കണ്ടു, താഴെയുള്ള പിറ്റ് കണ്ടില്ലല്ലോ. ഇത് കേട്ടോ, താഴെയുള്ള പിറ്റിൽ നിന്നാണ് പണിക്കാരൻ കയറി വരുന്നത്. ഓക്കെ, താഴെയുള്ള പിറ്റാണിത്. ഇതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന സിസ്റ്റമാണിത്. ടീ കീ എന്ന് പറയും പിറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇതിൽ ഇങ്ങനൊരു ത്രെഡാണ് ശരിക്കും. ഇതിൻ്റെ ഒരു 19 ബോൾട്ട് ഉണ്ടായാലും നമുക്കിതിൽ മാറ്റിയിടാം. ഇതിങ്ങനൊരു ഇങ്ങനെ ത്രെഡ് ചെയ്തിട്ട് കയറ്റുന്നതാണ്. ഇതിന് കിട്ടുന്നു. मिस्टेक हो गया, वो से डब्बा लेकर आएगा। अच्छा, हाँ प्लास्टिक का है ये गेट देख रहे हैं? हाँ हाँ अभी इधर तुम पीछे देखो, किधर गया इसका? ओ बोल्ट है ना, इधर एक बोल्ट अभी नीचे नहीं लगा। होल है इधर है, इधर एक दो. പുള്ളി നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അയലത്തെ രാജ്യമാണ്. ഇവിടെ മുന്നേ ഫിക്സ് ചെയ്ത ടീമുകൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാത്ത കാരണം കൊണ്ട് ഗ്യാപ്പ് കമ്മി. इधर बोल्ट नहीं है, नीचे देखो. ആ പീച്ച് കണ്ടോ, ഉള്ളിൽ കാണാനുണ്ടോന്നൊക്കെ അറിഞ്ഞൂടാ. ഉൾഭാഗത്ത് ബോൾട്ടില്ല. ഈ ബോൾട്ടിൽ ചെയ്യാൻ चाहिए. സ്ഥലമാണ്. നമ്മളെ കാറിൽ വന്നതാണ് ഇവിടേക്ക്. നമ്മൾ ജിദ്ദയിൽ നിന്ന് വന്നതാണ് ഇവിടേക്ക്. അപ്പോൾ ഇതിന് കുറച്ച് സാധനങ്ങൾ എടുക്കാനായിട്ട് നെറ്റ് ബോൾട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ തിരിച്ച് നമ്മൾ ഇതിലോട്ട് വീണ്ടും പണിയുടെ ഉള്ളിലേക്ക് കയറിപ്പോകും. അപ്പോൾ സാധനങ്ങൾ എടുക്കാൻ കാറില്ലേ. എനിക്കിതിൻ്റെ എഡിറ്റ് ചെയ്യാനും പിടിക്കാനും ഒരു കാര്യങ്ങളായിട്ട് അറിയില്ല. അതൊക്കെ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. പുള്ളി ഞാൻ വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലേ, ഇതുപോലെ ചെറിയ കുട്ടികളായാലും ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ വന്ന് കെട്ടി വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പിറ്റ് ഓപ്പണാണ്. വന്ന് വീഴാതിരിക്കാൻ വേണ്ടി ഇത് ചാലുവാണ്. ഇതിപ്പോൾ നമ്മളിങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇത് ചാലുവോ. ചാലുവാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിലേക്ക് കടക്കുമ്പോൾ നമ്മളിവിടെ തുറന്നിട്ടുള്ളത് ശ്രദ്ധിക്കണം എപ്പോഴും കുട്ടികളാകുമ്പോൾ. ഇപ്പോൾ ഞങ്ങൾ അവിടെ ആരുമില്ല, ഷോപ്പ് നമ്മൾ അടച്ചിട്ടിരിക്കുക, തുറന്നിട്ടില്ല, ഓപ്പണാക്കിയിട്ടില്ല. പുള്ളി അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ടൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പം രണ്ട് ഗ്യാപ്പ് थोड़ा भी जाना चाहिए. ये गैप देख रहे हैं नीचे. हाँ उधर कहते हैं फुल एक ही पीस है ना. हाँ भी आ रहा है ना. बोर्ड गैप हो कैसा चला? गैप आ गया, गैप आ गया. വാഷർ ബടാ नहीं है. ഇത് നമ്മൾ മറ്റേ ഇവിടെ കൊണ്ടുവന്ന ഊരിലെ 19. ആ വാഷർ ബടാ.
क्यों डाल रहा है पूरा 13 है 16 17 डाल रहा നമ്മൾ ഊര് മറ്റേ സൈറ്റിലെ കൊണ്ടുവന്നത്. ഇപ്പം നമുക്ക് ഇവിടെ 2 എസ്കലേറ്റർ ഉണ്ട്. ഈ 2 എസ്കലേറ്ററിൻ്റെ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഒരുവിധം കഴിഞ്ഞു, അത് പുള്ളി ബാക്കി ചെയ്യും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു 10-700 കിലോമീറ്റർ ദൂരെ ഒരു സ്ഥലത്തേക്ക് പോകണം. തൽക്കാലം നമുക്ക് ആ ലിഫ്റ്റിൽ പോയിട്ട് അത് സർവീസ് ചെയ്യാം. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്, അപ്പോൾ ഇതിൽ പോയിട്ട് ഇത് സർവീസ് ചെയ്യണം. അതുകൊണ്ട് വേണം 10-700 കിലോമീറ്റർ കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകണം. ഇത് ബീഷ എന്ന സ്ഥലം ജീസാനിലേക്ക് പോകണം. അപ്പോൾ തൽക്കാലം ഈ ലിഫ്റ്റിനെ വിളിച്ച് നമ്മൾ ഇതിൽ പോയിട്ട് മെയിൻ്റെനൻസ് ചെയ്യാമല്ലോ, സാധനം എടുത്തിട്ട് വരാം. ഇത് എടുത്ത് വന്ന് ഇതിൽ സർവീസ് ചെയ്യാം. ലിഫ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, എത്തിയുണ്ട്. തുറക്കൂ സീസേം അപ്പൂക്ക ഹുക്കും തുറന്നു. ആകെ 2 ഫ്ലോറുള്ള ഗ്രൗണ്ട് ഫസ്റ്റ്. നമ്മൾ ഈ ലിഫ്റ്റിനൊക്കെ എങ്ങനെ പറയുമ്പോൾ G+ എന്ന് പറഞ്ഞു, G+ ഫസ്റ്റ്, G+2, G+3, അതായത് ഗ്രൗണ്ടും പിന്നെ എത്ര ഫ്ലോറാണ് അതും കൂടിയാണ് നമ്മുടെ ലിഫ്റ്റിൻ്റെ ഇത് പറയാം. അപ്പോൾ താഴെ എത്തി. തുറക്കൂ സീസേം അതാ തുറന്നു. നമ്മൾ താഴെ പോയി എസ്കലേറ്റർ പുള്ളിയോടെ ഒന്ന് വർക്ക് ചെയ്ത് എസ്കലേറ്ററിൻ്റെ തൽക്കാലത്തേക്ക് സർവീസ് ചെയ്യാനുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരാം. എടുത്ത് നമുക്ക് അവിടെ പോയി സർവീസ് ചെയ്യാം. ഓക്കെ, അത് എൻ്റെ കൈ കൊണ്ടപ്പോൾ സെൻസർ ചെയ്തിട്ട് ലിഫ്റ്റ് എസ്കലേറ്റർ ചാലു പോയതാണ്. ഇവിടെ ആരുമില്ല, ഇവിടെ അതുകൊണ്ട് സേഫാണ്. ഇതെല്ലാം ഡോറെല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുക, ഇവിടെ ആരും വന്നിട്ടില്ല, ഒരാളില്ല ഇതില്ല. അതുകൊണ്ട് കിഡ്സ് ആരും വന്ന് ഇതിൽ കുട്ടികളാരും വന്ന് വീഴത്തില്ല. അല്ലാത്ത നമ്മൾ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിൽ ചെയ്യുമ്പോൾ ഇവിടെ ആളെ നിർത്തണം, ഇതുപോലെ ബാരിക്കേഡ് വെക്കണം. ഇല്ലെങ്കിൽ വന്ന് വീണ് കഴിഞ്ഞ് അത്യാവശ്യം ഒരു താഴ്ചയുണ്ട്. ഈ പിറ്റ് വിചാരിച്ച പോലെയല്ല, കൈയും കൂടിയും അവിടെ പിന്നെ ഇരുമ്പിൻ്റെ ഉള്ളിൽ ഇത് റണ്ണിങ് വെരി ഡേഞ്ചറാണ്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും വിടും, ആൾ മരിച്ചു പോകാൻ നടക്കുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയില്ല, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളങ്ങനെ വീണ്ടും ലിഫ്റ്റിൻ്റെ അവിടേക്ക് വരികയാണ്. ലിഫ്റ്റിൻ്റെ അവിടെ വന്നിട്ട് ഇത് സർവീസ് ചെയ്യണം. ഓക്കെ, ലിഫ്റ്റിൻ്റെ വിളിച്ചിട്ടുണ്ട്, അങ്ങനെ പോയി മുകളിൽ നിന്ന് സർവീസ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, അടയ്ക്കൂ സീസേം. ലിഫ്റ്റിൻ്റെ ഈ ലിഫ്റ്റിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇത് എമർജൻസി ബെല്ല്, ഫോണ്, ഇത് ലൈറ്റ്, എമർജൻസി ലൈറ്റ്. ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ലിഫ്റ്റ് പവറെല്ലാം കട്ടായി കഴിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ വെളിച്ചം വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ലിഫ്റ്റ് തുറക്കാൻ പോവാണ്. ലിഫ്റ്റ് താഴത്തെ ഫ്ലോറിലോട്ട്, നമ്മൾ നിൽക്കുന്ന നിലയിൽ നിന്ന് തൊട്ട് താഴത്തെ ഫ്ലോറിലോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം ലിഫ്റ്റ് തൊട്ടുള്ള സമയത്ത് നമുക്ക് തുറക്കാൻ പാടണം. അവിടെ താഴോട്ട് പറഞ്ഞിട്ട് തുറക്കും. ഇതൊരു MR ലിഫ്റ്റാണ്. MR എന്ന് പറഞ്ഞാൽ മിഷീൻ റൂം പ്ലീസ്. ലിഫ്റ്റിൻ്റെ പോയി ഇതിൽ ക്യാബിൻ നമ്മൾ കയറി പോകുന്നത്. ഇതിൻ്റെ കൗണ്ടർ വെയിറ്റ്. ഇപ്പം നമ്മളൊരുവിധം ഇതിൻ്റെ സർവീസും കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഫ്ലോറായ കാരണം നിങ്ങൾക്ക് ഇത്രയും പേടി വരാത്ത. ഒരുപാട് താഴ്ചിട്ടേക്ക് പേടി വരും. 10-60 നിലയുള്ളതൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഏറ്റവും അടുത്ത G+1 ആയ കാരണമാണ് ഇതിനടുത്ത് കിടന്നത്. അല്ലെങ്കിൽ താഴെ പക്ഷേ കിണർ പോലെയാണ് ഇതിന്. ഷാഫ്റ്റ് വെള്ളം തന്നെ ഞാൻ വിളിക്കുന്നത് പറയാം. വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ലിഫ്റ്റിൻ്റെ. ഇനി ലിഫ്റ്റ് നോർമലായിട്ട് ഓടിച്ച് നോക്കാം. കോൾ കൊടുത്തിട്ടുണ്ട്. ലിഫ്റ്റ് ഇവിടെ വരും. ഇതാ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ. ഞാൻ ഇനി താഴത്തെ ഭാഗം, താഴെയുള്ള സൈഡും
ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ലിഫ്റ്റ് താഴത്തെ ഫ്ലോറിൽ വന്നിട്ടുണ്ട്. നമ്മളതിൽ മേലോട്ട് പറഞ്ഞു വിടണം. മേലോട്ട് പറഞ്ഞു വിട്ടിട്ട് വേണം താഴ്ഭാഗം ഓപ്പൺ ചെയ്യാൻ. ലിഫ്റ്റ് മേലെ പോകുന്നത് വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം. ലിഫ്റ്റിൻ്റെ ഡോർ അടഞ്ഞു. ലിഫ്റ്റ് മേലോട്ട് പോകുന്നു. ആ ലിഫ്റ്റിനുള്ളിൽ ഇൻ്റർകോം പ്രസ് ചെയ്താൽ ഈ ഫോൺ വർക്കാവുന്നത്. അതുപോലെ തന്നെയാണ് ഇത് ഫയർ ആൻഡ് ഇതിൻ്റെ ഇതാണ്. ഇത് എന്തെങ്കിലും ബിൽഡിങ്ങിന് എന്തെങ്കിലും എമർജൻസി തീപിടുത്തം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഫയർമാൻ്റെ ആൾ വന്ന് ഇത് ബട്ടൺ പ്രസ് ചെയ്ത് ഏത് ഫ്ലോറിലാണ് ലിഫ്റ്റ് ഉള്ളത് അത് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് വരും. ഇപ്പോൾ ലിഫ്റ്റ് ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഡോർ തുറക്കാൻ പോവാം. അതാ ഡോർ തുറന്നു. ഇതിൻ്റെ പിറ്റാണ് കാണുന്നത്. ഇതാണ് ഇതിൻ്റെ സ്പീഡ് ഗവർണർ, എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ, സ്ലോ ഡൗൺ ലിമിറ്റ് സ്വിച്ച്. അതുപോലെ ഇതിൻ്റെ കൗണ്ടർ വെയിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ക്യാബിൻ്റെ ഇതാ മേലെ വന്നു. ഓക്കെ, ഇതിൻ്റെ പിറ്റും അത്യാവശ്യം താഴ്ചയുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം താഴ്ചയുണ്ട്. നമ്മൾ എസ്കലേറ്ററിൻ്റെ കണ്ട മാതിരി തന്നെയാണ് ഇതിൻ്റെ. ഈ ഗവർണർ നമ്മൾ ഇവിടെ വയ്ക്കാൻ സ്ഥലമില്ലാത്ത, പിറ്റിന് അത്ര അധികം ആഴമില്ലാത്ത കാരണം കൊണ്ടാണ് നമ്മളിവിടെ ഗവർണർ വയ്ക്കാൻ വേണ്ടി ആ ടെൻഷൻ വെയിറ്റിൻ്റെ, ഇതിന് ടെൻഷൻ വെയിറ്റ് എന്നാണ് പറയുക ഗവർണറിൻ്റെ. അതിൻ്റെ വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുഴിയെടുത്തിട്ട് അതിലിറക്കി വെച്ചിരിക്കുക. വേണ്ട, ഇതാണ് സ്പീഡ് ഗവർണർ. റോപ്പ് എന്തെങ്കിലും കട്ടാവ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ലിഫ്റ്റ് അതിവേഗം മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഈ റോപ്പ് ഗവർണറിനെ പിടിച്ച് വലിച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ലിഫ്റ്റ് ഈ റെയിലിൽ പിടിച്ച് ഹാങ് ചെയ്ത് നിൽക്കും. അപ്പോൾ അങ്ങനെ താഴെ വന്ന് ഇടിച്ച് നിൽക്കത്തില്ല. അതിന് വേണ്ടി ചെയ്തിട്ടുള്ള. ഇതിൻ്റെ ബഫറായിട്ട് കുറച്ച് കട്ടായിട്ടില്ല, ഇനിയുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ബൂട്ട് ഊരി വയ്ക്കാം നമുക്ക്. ഉണ്ടോ, റോപ്പ് സ്ട്രെച്ച് ആയി കഴിഞ്ഞാൽ